നമുക്ക് സിനിമയെ പറ്റി സംസാരിക്കാം. നേര് ഞാൻ പടം കണ്ടു കഴിഞ്ഞ് ആദ്യം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ആക്കി നോക്കി. ഞാൻ ഫേസ്ബുക്ക് അങ്ങനെ തുറക്കാറില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ മാത്രമേ ഇങ്ങനെ നോക്കാറുള്ളൂ. സോ ഞാൻ ഫേസ്ബുക്ക് ആദ്യം നോക്കിയപ്പോൾ ഞാൻ ആദ്യം കണ്ടൊരു പോസ്റ്റ് ഇങ്ങനെയാണ്, മോഹൻലാൽ ഈസ് ബാക്ക് എന്ന്. ശരിക്കും അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? മോഹൻലാൽ ഈസ് ബാക്ക്. പുള്ളി എവിടെയും പോയിട്ടില്ല. മറ്റേ രസികൻ്റെ അകത്ത് ദിലീപ് പറഞ്ഞ പോലെ കഴിഞ്ഞ 25 കൊല്ലമായിട്ട് പുള്ളി ഇവിടെ ഉണ്ട്, അടുത്ത 25 കൊല്ലമാണ് ഇവിടെ തന്നെ കാണും, കൂടെ നമ്മളും ഉണ്ടാക്കും. ആ ഒരു സാധനമാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം ഇടയ്ക്കൊന്ന് ഡൗണായെന്ന് വെച്ച് പുള്ളിയുടെ കഴിവും കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്തതാണ്. സോ അതിനെപ്പറ്റി ആർക്കും ഒരു സംശയമില്ല. അതിനെ ഒരു അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇതിൻ്റെ അകത്ത് ചെയ്ത് വെച്ചിട്ടുള്ളത്. നേരിൻ്റെ അകത്ത് അമ്മാതിരി കിടിലൻ ക്യാരക്ടറാണ്, അമ്മാതിരി കിടിലൻ ആക്ടിങ് ആണ്. ഭയങ്കര ഒരു ആക്ടർ മോഹൻലാൽ കുറേ ആയിട്ട് മിസ് ചെയ്തൊരു എലമെൻറ്റ് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടി. സോ അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആസ് എ മോഹൻലാൽ ഫാൻ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് മൂവിയിൽ. ഞാൻ ആദ്യം സിനിമയെക്കുറിച്ച് സംസാരിക്കാം. സിനിമ നടക്കുന്നൊരു 80% ഭാഗം അല്ലെങ്കിൽ 70% ഭാഗം കോർട്ട് റൂമിൻ്റെ അകത്താണ് സിനിമ നടക്കുന്നത്. സോ നമ്മളിപ്പോൾ വിചാരിക്കും ഒരേ സ്ഥലത്ത് തന്നെ അല്ല, അപ്പോൾ നമുക്ക് ലാഗും കാര്യങ്ങളൊക്കെ വരത്തില്ല എന്ന് നമുക്ക് വിചാരിക്കാം. എനിക്കും ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ഒരു സ്പേസിൻ്റെ അകത്ത് ക്ലോസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം അതുപോലെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ളൊരു സംഭവം ഇല്ലെങ്കിൽ നമുക്ക് ലാഗ് അടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരു സാധനമില്ല. ലാഗ് എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം സ്ക്രിപ്റ്റ് അതുപോലെ സ്ട്രോങ് ആണ്, അതുപോലെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും ഓരോ ലൂപ്പ് ഹോളായിട്ട് ഇങ്ങനെ അഴിച്ച് വരുന്നൊരു പരിപാടിയാണ് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ നല്ല എൻഗേജിങ് ആയിരുന്നു പടം. നമുക്ക് ലാഗ് എന്ന് പറഞ്ഞ സ്ഥലം തോന്നത്തില്ല. 12 ആംഗ്രി മാൻ എന്ന് പറഞ്ഞ പഴയൊരു പടമാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആ പടം ഞങ്ങൾ ഇത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടൊരു പടമാണ്. അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, അത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു 12 ആൾക്കാരിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷനാണ്. അത് മൊത്തം ഒരു റൂമിൻ്റെ അകത്ത് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ പടങ്ങൾ കാണാൻ ഇഷ്ടമാണ്. അങ്ങനെ ഒരു ക്ലോസ് സ്പേസിൽ ഇരുന്ന് എന്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു തീം. സോ അതുകൊണ്ട് ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു ഈ സിനിമ. അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമയിൽ ഞാൻ പൂർണ്ണമായി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ പറയാനുള്ളത് പെർഫോമൻസുകളാണ്. ആദ്യം തന്നെ ലാലേട്ടൻ, പുള്ളിയെ പറ്റി ഒന്നും പറയുന്നില്ല, കാരണം ഓൾറെഡി പറഞ്ഞു. ഈസ് വേറെ ലെവലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഒരു സെക്കൻഡ് ഹാഫിന് മുമ്പായിട്ടുള്ള കുറച്ച് ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡയലോഗ് കൊണ്ട്, അതും പുള്ളിയുടെ ആ ഒരു ഡയലോഗ് കൊണ്ട്, ആ ഒരു സാധനം കൊണ്ട് കുറേ ആളുടെ മിസ്സിങ് ആയിട്ടുള്ള രോമാഞ്ചം ഉണ്ടതില്ല. രോമമൊക്കെ ഇതിൽ എഡിറ്റ് ചെയ്യുന്ന ആ സാധനം പറഞ്ഞപ്പം മൊത്തം കേടിയായിരുന്നു തിയേറ്റർ. അത് നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഫക്റ്റ് കിട്ടും. ബ്രില്യൻറ്റ്, ഒന്നും പറയല്ല. ഞാൻ ഇത് കയ്യിരിക്കുന്ന കാരണം തോഴാത്തയാണ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് എടുത്തു പറയേണ്ട അനശ്വര രാജൻ്റെ ആക്ടിങ് ആണ്. പുള്ളിക്കാരി ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു കുട്ടിയായിട്ടാണ് സിനിമയ്ക്കകത്ത് വരുന്നത്. കിടലിനായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. കാരണം ആ അവസാനമൊക്കെ ആകുമ്പോൾ പുള്ളിക്കാരിയുടെ ഒരു എമോഷനിലും കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് ഒരു സ്റ്റോറിയുടെ ഒരു ക്ലൈമാക്സ്, ഒരു എൻഡിങ് ഒക്കെ കിട്ടേണ്ട ആ ഒരു പരിപാടിയിലാണ്. അതൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്ന് സിദ്ദിഖാണെങ്കിലും ബാക്കി ഇവരുടെ കൂടെയുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും തന്നെ ആ ഒരു സൈഡിലോട്ടൊക്കെ ഭയങ്കര നന്നായിട്ടാണ് എല്ലാവരും ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ജഡ്ജിയായിട്ട് വന്ന പുള്ളിയാണ്. പുള്ളിക്കൊരു സാധാരണ ഈ സിനിമയെ കാണുമ്പോൾ ജഡ്ജിക്കൊരു ലൈക്ക് നമ്മൾ നോർമലി കണ്ട കുറേ ജഡ്ജിമാരുണ്ടല്ലോ, വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും അവർക്കൊരു എന്തോ ഒരു അൾട്ടിമേറ്റ് പവർ ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് അത് നന്നായിട്ട് തന്നെ വർക്കൗട്ടായി. പുള്ളി ആ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന ഡയലോഗൊക്കെ നല്ലൊരു രസമുള്ള അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു പരിപാടിയാണ് പുള്ളിയും ചെയ്യുന്നത്. സോ ആ ഒരു പെർഫോമൻസ് വൈസ് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ള സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ സാധനം എടുക്കുമ്പം അത്രയ്ക്ക് ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് വേണം. സോ അത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റിൽ. അതും എനിക്ക് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്കിങ്ങനെ ഇങ്ങനെ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെയാണ് തോന്നുമെങ്കിലും സ്ക്രിപ്റ്റ് അത്യാവശ്യം കിടുവായിട്ട് വർക്കൗട്ടായി വന്നിട്ടുണ്ട്. സോ നമുക്കറിയാമല്ലോ, ജിത്തു ജോസഫ് മോഹൻലാൽ ഒന്നിക്കുമ്പോൾ നമുക്ക് ദൃശ്യം 1 ദൃശ്യം 2 ആയിട്ട് കമ്പയറിങ് വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇതൊരു കോർട്ട് റൂം ഇമോഷണൽ ഡ്രാമ എന്നൊക്കെ പറഞ്ഞാണ് സിനിമ ഇറക്കിയത്. സോ അങ്ങനെയൊക്കെ തന്നെയാണ്, കോർട്ട് റൂമിൻ്റെ അകത്ത് തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ ഒരു ഡയറക്ഷൻ്റെ കുറച്ച് എലമെൻറ്റ്സൊക്കെ അടിപൊളിയായിട്ട്, കുറച്ച് പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇതിൻ്റെ അത് ചെയ്തിട്ടുണ്ട്. സോ ഇടയ്ക്ക് നമുക്കൊന്ന് ഗ്രിപ്പ് പോവുമെങ്കിലും സ്റ്റിൽ ഇഷ്ടപ്പെട്ടു എനിക്ക്. അടുത്ത പറയാനുള്ളത് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളെ പറ്റിയാണ്. അത് ആരെ ചെയ്തെന്ന് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ എല്ലാം കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവസാനം ക്ലൈമാക്സിലോടൊക്കെ അടുക്കുമ്പം അല്ലെങ്കിൽ ഇൻ്റർവെല്ലും ക്ലൈമാക്സിലൊക്കെ ചെറിയ ഒരു സാധനം പ്ലേ ആകും ബാക്ക്ഗ്രൗണ്ടിൽ. അത് ഭയങ്കര സിനിമയുടെ ഒരു ഇമ്പാക്റ്റിനെ എലവേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു സ്കോർ വെച്ച്. സോ അത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് സിനിമയിൽ. അത് തന്നെ നമുക്ക് ഇമോഷൻ നമ്മളിലുണ്ടാക്കാൻ ഈ മ്യൂസിക്കിന് എത്രത്തോളം കഴിയുമെന്ന് ഉള്ളതിനൊരു തെളിവും കൂടിയാണിത്. കാരണം എനിക്ക് നന്നായിട്ട് അവസാനം ഇമോഷണലി ഗ്രിപ്പായി സിനിമയായിട്ട്. സോ ആ ഒരു ഭാഗം നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. നല്ല ഔട്ടാണ്, എനിക്കിഷ്ടപ്പെട്ടു അത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ജീത്തു ജോസഫ് മോഹൻലാൽ ഒന്നിക്കുമ്പോൾ നമുക്ക് ദൃശ്യം 1 ദൃശ്യം 2 ആയിട്ട് കമ്പയറിങ് വരത്തുള്ളൂ. സോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് കംപ്ലീറ്റ്ലി എൻ്റെ ഡിഫറെൻറ്റ് പടമാണ്. ചില എലമെൻറ്റ്സ് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്യം തോന്നിയെങ്കിലും
അവർ മാക്സിമം അതുപോലെ വരാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ പടം ഒരു രക്ഷയില്ല. തിയേറ്റർ വാച്ച് ഒരു അർഹിക്കുന്ന ഒരു സിനിമയാണ്. കാരണം നമ്മൾ ദൃശ്യം 1 കാണാൻ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ തിയേറ്ററിൽ കണ്ടില്ല. കാരണം ഞാൻ കണ്ടില്ലെന്നില്ല, ഫസ്റ്റ് ഡേ ഒന്നും കണ്ടില്ല, ഞാൻ തിയേറ്ററിലാണ് കണ്ടത്. കാരണം ആദ്യം നമുക്ക് വലിയ റിവ്യൂ ഒന്നും ഇല്ലായിരുന്നു. നോർമൽ അവർ അഡ്വർടൈസ് ചെയ്തതും അങ്ങനത്തെ ഒരു പടം പോലെയാണ്. പിന്നെയാണ് ആൾക്കാർ കയറിയത്. പിന്നെയാണ് ഞാനൊക്കെ തിയേറ്ററിൽ പോയത്. കുറേ നാളെ അത്. സോ അങ്ങനെ നിങ്ങൾ മിസ്സാക്കാണ്ടിരിക്കുക. നിങ്ങൾ സിനിമ ഇങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ നിങ്ങൾ പോയി കാണുക. സോ പേഴ്സണലി എനിക്ക് പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പം ഈ ഒരു ക്യാരക്ടറും ഈ ഒരു ആക്ടിങ്ങും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് പുള്ളിയുടെ വരാൻ പോകുന്ന പ്രൊജക്റ്റുകളിൽ ഭയങ്കര പ്രതീക്ഷയായി. കാരണം നമുക്കറിയാം പുള്ളി എന്തിനാണ് എത്രത്തോളം കേപ്പബിൾ ആയിട്ടുള്ള ആളാണെന്ന് നമുക്കറിയാം. സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഓൾ ഓഫ് ഹിസ് അതർ ഫിലിംസ്, ലാലേട്ടൻ്റെ. പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. സിദ്ദിഖ് ഈ അടുത്ത ഇൻ്റർവ്യൂ പറഞ്ഞായിരുന്നു, ഇപ്പോൾ 20 പടം അടുപ്പിച്ച് പൊട്ടിയാലും മോഹൻലാലാണത്, പുള്ളി തിരിച്ചു വരും. സോ അങ്ങനെ ഒരു സിനിമയാണിത്. സോ അതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. സോ അടുത്ത റിവ്യൂ നാളെ സലാർ. സബ്സ്ക്രൈബ് ചെയ്താൽ നിൽക്കും കാണാം. ചായ കുടിക്കാൻ മറന്നു. ഞാൻ അത് എന്തോ സാധനം ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ ഓർത്തിരിക്കുമായിരുന്നു. ചായ കുടിക്കണം. വെറുതെ ക്ലാസ്സിലെന്ന് കമൻറ്റ് ഇട്ടരുത്, എൻ്റെ ചായ ഉണ്ട്. ഓക്കെ.